ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തുടങ്ങി ഉച്ച വരെയുള്ള വിശേഷങ്ങളും ലഞ്ച് ബോക്സ് പാക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തലേദിവസം രാത്രി തന്നെ ഞാൻ കൊടുത്തു വിടാനുള്ളതൊക്കെ അത്യാവശ്യം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. സമൂസ ഷീറ്റ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ലസാനി ഉണ്ടല്ലോ, ഞാൻ നോമ്പിൻ്റെ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമൂസ ഷീറ്റ് എന്തായാലും അത്യാവശ്യം ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതുണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ചിക്കൻ്റെ മസാലയും വൈറ്റ് സോസും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ലെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഇതൊക്കെ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം വൈറ്റ് സോസ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിൽ കുറച്ച് സമൂസ ഷീറ്റ് അങ്ങനെ ലെയർ ചെയ്ത് കൊടുത്തു. വൈറ്റ് സോസ് നേരത്തെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് കുറച്ചൊരു കട്ടിയായി പോയിട്ടാണ്. അപ്പോൾ അതൊന്ന് പാലൊഴിച്ചൊന്ന് ലൂസാക്കണം. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ അത്രയും അങ്ങോട്ട് ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. അത്യാവശ്യം ക്രീമി ആയിട്ട് കഴിക്കാൻ പറ്റണമെങ്കിൽ വൈറ്റ് സോസ് നല്ല ലൂസായിട്ട് എടുക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് സമൂസ ഷീറ്റിൻ്റെ മുകളിലേക്ക് ചിക്കൻ്റെ മസാല ആഡ് ചെയ്യുക. ചിക്കൻ്റെ മസാലയിലേക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് സവാളയും ഗാർലിക്കൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിൽ സോസൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. പൊടികളായിട്ട് ഒറിഗാനോയും പെപ്പറും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും സമൂസ ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 വലിയ ബ്രസ്റ്റ് പീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മസാല ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 പാത്രത്തിലേക്ക് ആക്കിയിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഇക്കാക്കും കൊടുക്കുക, ഞങ്ങൾക്കും കഴിക്കുക, പിള്ളേർക്ക് കൊടുത്തു വിടുകയും ചെയ്യുക, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ സമൂസ ഷീറ്റ് ഇപ്പോൾ ഇത്രയും കണ്ടപ്പോൾ ഇക്കോറിന് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊന്നും ഇത് കഴിക്കാൻ പറ്റൂല. കാരണം ഒരു സമൂസ തന്നെ അത്യാവശ്യം മൈദയും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് സമൂസ ഷീറ്റുകൾ ഇത്രയും വെച്ച് കഴിഞ്ഞാൽ അതിലെത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഉണ്ടാക്കണേന്ന് ആലോചിച്ച്, കാരണം എനിക്കിന്ന് സൂംബക്കും പോകണം. അപ്പോഴാണ് ഈ സൂചി ഗോതമ്പ് നുറുക്ക് ഗോതമ്പുണ്ടല്ലോ അതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാണ് കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. ഞാനിതൊക്കെ തന്നെയാണ് കഴിച്ചത്. പക്ഷേ ഇതും ടേസ്റ്റ് നോക്കി, രണ്ടും ടേസ്റ്റ് നോക്കി കേട്ടോ. എന്നിട്ട് എല്ലാം ലെയർ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകളിലേക്ക് അത്യാവശ്യം ചീസ് ഇടുക. ഓൾറെഡി ഓവൻ ഞാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, 180-ൽ 10 മിനിറ്റ്. എന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നിസ്കരിക്കാനും പിള്ളേരൊക്കെ വിളിക്കാനൊക്കെ ആയിട്ട് പോയി. ഒരു 5:15 ആകുമ്പോൾ വിളിക്കും കേട്ടോ. എന്നാലാണ് ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴൊക്കെ എണീറ്റ് വരുള്ളൂ. പിന്നെ കുളിച്ച് റെഡിയായൊക്കെ വരുമ്പോഴത്തേനും ഒരു നേരമാവും. ഇതിപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇക്കത് കഴിച്ചില്ല. ഒരു ചെറിയൊരു പീസ് ടേസ്റ്റ് നോക്കി, ബാക്കി പിള്ളേർ തന്നെയാട്ടാ കഴിച്ചത്. ഇപ്പോൾ ഹാറൂനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്രീമി ആവണമെങ്കിൽ വൈറ്റ് സോസ് ഒന്ന് കുറച്ചും കൂടി ലൂസ് ആവണമെന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ നോമ്പിന് ഉണ്ടാക്കിയപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടാ. ഈ മാസം ഞാൻ സൂംബ ഡ്രോപ്പ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. കാരണം ഇക്കാക്ക് ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 1-2 ദിവസം പോയിട്ട് പിന്നെ ഒരു 1 മന്ത് കംപ്ലീറ്റ് പേയ്മെൻറ്റും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ദിവസം നന്നായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു പോകാമെന്ന്. പിന്നെയാണ് ഒക്കെ പറഞ്ഞ് പോവാം, നെക്സ്റ്റ് വീക്ക് ഒരു സ്ഥലം വരെ പോകേണ്ട വരും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി പോകണ്ട എന്ന് കരുതി. പക്ഷേ എല്ലാവരും അവിടെ നിന്ന് വിളിച്ചിട്ടാ, കുഞ്ഞിനെയായിട്ട് വാ, കുഴപ്പമില്ല, ഡ്രോപ്പ് ചെയ്യണ്ട, കുഞ്ഞിനെ നമുക്ക് എല്ലാവർക്കും കൂടി നോക്കാം, അവനവിടെ ഇരുന്നോളും, ബെഞ്ചൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആസിമിൻ്റെ റിയൽ ഫേസ് അവിടെ എല്ലാവർക്കും ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, എന്തായാലും പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ട് പോയി. മൺഡേ ട്യൂസ്ഡേ ഒന്നും പോയില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ ലസാനി ഉണ്ടാക്കിയപ്പോൾ സമൂസ ഷീറ്റിൻ്റെ അളവ് കുറവായിരുന്നു കേട്ടോ. ഞാൻ 1, 2, 3 ഒക്കെ ലെയറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ തവണ നല്ല കട്ടിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടിക്ക് വെക്കുമ്പോൾ അതനുസരിച്ച് വൈറ്റ് സോസും നല്ല കട്ടിക്ക് തേച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതൊരു ഡ്രൈ പോലെ ആയി വരും. എന്തായാലും പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവം. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക, നമ്മുടെ വയറ് നിറയുകയും ചെയ്യും. അങ്ങനെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോട്ടെ. എന്തായാലും നോമ്പും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ സമൂസ ഷീറ്റൊക്കെ അത്യാവശ്യം ബാക്കി വരുമല്ലോ. അപ്പോഴത്തേനും കുട്ടികളുടെ ആവാൻ വെച്ചതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ അങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തു, ഓവനിലേക്ക് വെച്ച് കൊടുത്തു.
കുറച്ച് നേരം കഴിയുമ്പോൾ എടുത്താൽ മതിയല്ലോ. പിന്നെ ഓവനിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഉടനെ പുറത്തേക്ക് എടുത്തില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ഹാർഡായി പോകും കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് ലഞ്ച് ബോക്സിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ, 4 പീസ് വെച്ചിട്ട്. അങ്ങനെ സ്നാക്സായിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതാണ് കേട്ടോ സ്നാക്സായിട്ട് കൊടുത്തേക്കണേ. 2 പേർക്കും ബസ്സിലിരുന്ന് കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണം കേട്ടോ. കാരണം 1 മണിക്കൂറോളം അവർ ബസ്സിൽ ഇരിക്കാറുണ്ട്, ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേനും നല്ല വിശപ്പാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് ഫുഡ് കൊടുത്തയക്കുന്നത്. എനിക്ക് സ്കൂൾ തുടങ്ങി അന്ന് തുടങ്ങി പിടിച്ച മടിയാണ് കേട്ടോ. എനിക്ക് രാവിലെ പിള്ളേരെ വിടാനും രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടി തോന്നുന്നുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. രാവിലെ എണീക്കാൻ കുഴപ്പമില്ല, പക്ഷെ ആ സമയത്ത് കിച്ചണിലേക്ക് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിട്ട് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോണം. എന്തെങ്കിലും തട്ടിക്കൂട്ടൊക്കെ ആയിട്ട് ആക്കി കൊടുക്കുക എന്നുള്ളൊരു മൈൻഡ് തന്നെയാണ് കേട്ടോ എപ്പോഴും. സ്കൂളിൽ നല്ല ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ പിള്ളേർ പോവേ ഇല്ല കേട്ടോ. എന്തായാലും ഭയങ്കര മടിയാണ്, ഭയങ്കര ക്യൂ ആണെന്നാണ് പറയണേ. ആകെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ലഞ്ച് ടൈം ആണെങ്കിൽ ഹാഫ് ആൻ അവർ ഉള്ളൂ. ആ സമയം ക്യൂവിൽ പോയി നിന്ന് വേസ്റ്റ് ചെയ്യാൻ പറ്റൂല, ഒന്നും കഴിക്കാൻ പറ്റൂല എന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ദിവസവും പോലും ക്യാൻറ്റീനിൽ പോയി കഴിക്കില്ല, അതാണ് ഭയങ്കര ഒരു പാട്. പിന്നെ സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സ് കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ക്രോസൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് ബസ്സിലിരുന്നും കഴിച്ചോളുമല്ലോ. അങ്ങനെ പിള്ളേരൊരു കണക്കിനൊക്കെ വിട്ട് സൂമ്പക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാ. സൂമ്പയുടെ ടൈമിംഗ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, 7:45 ആ ഒരു സമയത്താണ്. അപ്പോൾ ഇന്ന് കുറേ നാളത്തെ ഒരു മാസമെത്തി അങ്ങനെ പോയതാണ് കേട്ടോ. നല്ല വർക്കൗട്ടായിരുന്നു. അപ്പോൾ 7:45 ആയതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടികൾ പോയി കഴിഞ്ഞ് അത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വറുത്ത് വെച്ചിട്ടാണ് കേട്ടോ പോയത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, ക്യാരറ്റ് മാത്രം എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചെറിയുള്ളി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് സവാളയും ക്യാരറ്റൊക്കെ ഇട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് വെച്ച സൂചി ഗോതമ്പാണ് കേട്ടോ ഇത്, അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് സൂചി ഗോതമ്പാണ് ഞാൻ എടുത്തത്, അതിനൊരു 2.25 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. അത് ഞാൻ ഓൾറെഡി തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2.5 അല്ല 2.25 അല്ല, അതിൻ്റെ ഇടയിലുള്ള പോർഷനിൽ വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തത്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വിസിലടിച്ച് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്തെടുത്തിട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. കുറച്ച് ഗ്രേറ്റഡ് ആയിട്ടുള്ള കോക്കനട്ടും കൂടി ഇട്ടിട്ട് വേണം അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയതോ ഏത്തപ്പഴം എന്തെങ്കിലും പുഴുങ്ങിയത് പഞ്ചസാരയൊക്കെ കൂട്ടി അങ്ങനെ കഴിക്കാം കേട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ പ്ലെയിനായിട്ട് തന്നെയാണ് കഴിച്ചത്. മുട്ടയൊക്കെ വന്ന ഉടനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സൂമ്പ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ലൊരു വിശപ്പാണ് കേട്ടോ. പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വരണമെന്ന് ഷാരോൺ പറയാറുണ്ടെങ്കിലും ഞാനങ്ങനെ ഒന്നും കഴിക്കാറില്ല. ഗ്ലാസ് ചായ കുടിച്ചിട്ടാണ് പോകാറ് കേട്ടോ. നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോഴും എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോവാൻ. പക്ഷേ ഞാനൊന്നും കഴിക്കാറില്ല ആ സമയത്ത്. അപ്പോൾ വന്നു കഴിയുമ്പോൾ നല്ല വിശപ്പാണ് കേട്ടോ. അപ്പോൾ വന്നു കഴിയുമ്പോൾ തന്നെ മുട്ടയൊക്കെ പുഴുങ്ങി ഒന്നെങ്കിൽ ഇക്ക വെച്ചിട്ടുണ്ടാവും, നമുക്ക് ജിമ്മിൽ പോയി വന്നേക്കാണെങ്കിൽ എനിക്കുള്ളതും ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും കേട്ടോ പോകുന്നത്. ഇത് തതയുടെ മോൻ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് തത കൊണ്ടുവന്ന കിച്ചൺ ക്ലോത്താണ് കേട്ടോ. ഞാൻ കൈ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം പറയേണ്ട ഡ്രസ്സുമ്പോൾ തന്നെ ഞാൻ തുടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കിട്ടിയ പിന്നെ ഞാൻ അത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാക്കറ്റിൽ നോക്കിയിട്ട് നമുക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ, എല്ലാം ജർമ്മൻ ഭാഷയിലല്ലേ. അപ്പോൾ ഇതൊരു പൊട്ടറ്റോയുടെ ഒരു ഫില്ലിംഗ് ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് ചെറിയ 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 ബോൾസ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ആവിയിട്ടെടുത്തിട്ട് അതൊന്നും വേവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക ചെയ്തത്. ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ സ്മാഷ് ചെയ്ത പൊട്ടറ്റോ ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ചെറിയ രീതിയിൽ ഉപ്പും മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ടേസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല കേട്ടോ, ഒരു വികാരവും ഇല്ല എന്ന് പറയാം.
പക്ഷേ ഹസ്ബൻഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനത് കഴിക്കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരെണ്ണം എങ്ങനെയൊക്കെയോ അങ്ങനെ അങ്ങോട്ട് കഴിച്ചിട്ടാ. ജസ്റ്റ് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് വേവിച്ച് നോക്കിയതാണ് കേട്ടോ. അവൻ ജർമ്മനിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സംഭവമാണ്. അങ്ങനെ ബാക്കിയുള്ളത് പിള്ളേർ വന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതവിടെ മൂടി വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ഉപ്പുമാവ് എടുത്ത് കഴിച്ചു. ഇക്ക് ഓൾറെഡി കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചില ദിവസങ്ങളിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേന്ന് ആലോചിച്ച് തല പൊട്ടി തെറിക്കാറുണ്ട് കേട്ടോ. എത്ര ആലോചിച്ചാലും ഒരു പിടുത്തവും കിട്ടൂല. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോട്ടെ. അടിപൊളി ഉപ്പുമാവാണ്. നമ്മളെപ്പോഴും നോർമൽ റവയുടെ ഉപ്പുമാവൊക്കെയല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. ചിലപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കുന്ന സംഭവമായിരിക്കും, ചിലപ്പോൾ ഇനി അറിയാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇന്ന് അത്യാവശ്യം പണിയുള്ള ദിവസമാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ചില ദിവസങ്ങളുണ്ടല്ലോ, അങ്ങനൊരു ദിവസമാണെന്ന്. അപ്പോൾ നല്ല പണിയുണ്ട് അത്യാവശ്യം. അപ്പോൾ സൂമ്പ കഴിഞ്ഞ് വന്ന് ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഡീപ്പ് ക്ലീനിങ്ങും അലക്കാനും വിരിക്കാനും മടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാ പണിയും കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 12:45 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ വരുമ്പോൾ, ചെറിയ ആൾ വരുമ്പോൾ 2:30, ഹംദാൻ വരുമ്പോൾ 3:30. അപ്പോൾ അപ്പോഴത്തേക്കൊക്കെ ഫുഡ് ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചപ്പോഴും കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ബാത്റൂമൊക്കെ ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും ഒന്നുകൂടി കുളിച്ചിട്ടാ. ചില ദിവസങ്ങൾ നമ്മൾ കുറച്ച് ഫ്രീ ആയിരിക്കും. തലേ ദിവസത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ക്ലീനിങ്ങും കാര്യങ്ങളും മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ക്ലീനിങ് തലേദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കൽ മാത്രം മതി. പക്ഷെ ചില സമയങ്ങളിൽ എല്ലാം കൂടി ഒരുമിച്ച് വരും. ഒന്നും ഉണ്ടാവില്ല, ഫുഡ് ഉണ്ടാക്കാതെ കഴിക്കാനും പറ്റില്ല, ക്ലീനിങ്ങും നല്ല രീതിയിലുണ്ടാവും. അങ്ങനെ എല്ലാ പണിയും കൂടി ചില സമയത്ത് ഒരുമിച്ച് വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു. പ്രത്യേകിച്ച് കുറേ ദിവസത്തി സൂംബേ വർക്കൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പെയിനായിരിക്കും കേട്ടോ. കാലൊക്കെ ഭയങ്കര, നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ 4 കുപ്പികളും എന്താ പറയുക, ശൂന്യമായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം നോമ്പിന് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്യണ സമയത്തൊക്കെ നമുക്ക് ദേഷ്യം വരും, അതിൽ നിന്ന് ഒന്നും വീഴയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഉപയോഗിക്കാറേ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്ത് നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് വെക്കാൻ പറ്റൂലായിരുന്നു കേട്ടോ. നല്ല കട്ടിയായിട്ടിരിക്കലായിരിക്കും. അപ്പോൾ ഞാനിന്ന് എന്ത് ചെയ്തു, അതെല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും ഒലിവ് ഓയിലും വിനീഗറും ഒക്കെ ഒഴിച്ച് ബോട്ടിൽസൊക്കെ നിറച്ച് വെച്ചിട്ടാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സൺഫ്ലവർ ഓയിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറ്. പിന്നെ ഒലിവ് ഓയിൽ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങിയതും. പിന്നെ വിനീഗർ ഓൾറെഡി അതിലെപ്പോഴും ഞാൻ ഫില്ലാക്കി വെക്കാറുണ്ട്. അത് ഒഴിക്കാനും ഉപയോഗിക്കാനൊക്കെ ഭയങ്കര ഈസിയാണല്ലോ. അപ്പോൾ ബാക്കിയെല്ലാം ഫില്ല് ചെയ്ത് വെച്ചു. ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലും കട്ടിയും കാര്യങ്ങളൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ വരും. പക്ഷെ കുറച്ച് ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ. ഈ വീട്ടിൽ സ്വസ്ഥമായിട്ട് എനിക്ക് വോയിസ് ഓവർ എടുക്കാൻ ഒരു പ്ലേസും ഇല്ല കേട്ടോ. ഡൈനിങ് ഹാളിൽ പണ്ട് ഫ്രീ ആയിട്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അവിടെ കിളികളുടെ സൗണ്ടാണ്, അവിടെ ഒട്ടും ഇരിക്കാൻ പറ്റില്ല. പിന്നെ റൂമിലെങ്ങാനും ഇരുന്നിട്ടുണ്ടെങ്കിൽ ഹാസിമ് വരും, പിന്നെ അവൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് കാണാം. അപ്പോൾ റൈസ് ഞാൻ ഓൾറെഡി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തലേ ദിവസം തന്നെ ഒരു ഫിഷ് 2 ടൈപ്പ്, ആവോലിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏരി ക്ലീൻ ചെയ്ത് മാത്രമാണ് കേട്ടോ അവർ തന്നു വിട്ടത്, കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏരി കട്ട് ചെയ്ത് ഞാൻ കുറച്ച് കറി വെക്കാനും പിന്നെ ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രിഡ്ജിൽ ക്യാരറ്റും പിന്നെ അച്ചിങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അച്ചിങ്ങ കൂടുതലും പൊളിക്കാനുള്ള സംഭവമായിരുന്നു കേട്ടോ, തൊണ്ട് പൊളിച്ച് കളയാനുള്ളത്. പിന്നെ അതും നന്നാക്കി ക്യാരറ്റും സവാളയൊക്കെ വഴറ്റി ചതമുളകൊക്കെ ഇട്ട് അങ്ങനെ തോരനാക്കി എടുത്ത്, ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ. അങ്ങനെ വരട്ടി അങ്ങനെ വേവിച്ചെടുത്ത് കേട്ടോ. പിന്നെ ആവോലി ഉണ്ടായിരുന്നത് ഞാൻ അങ്ങനെ തന്നെ ഫ്രീസറിലേക്ക് വെച്ചിട്ടാണ്, അത് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൂടുതലും തല എടുത്തിട്ടാണ് കേട്ടോ ഞാൻ കറി വെച്ചത്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്. ബാക്കിയുള്ള പീസുകൾ അങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല വെച്ചു. അങ്ങനെ കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. കുറച്ച് ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവയൊക്കെ പൊട്ടിച്ച്, കുറച്ച് ചെറിയുള്ളി ഉണ്ടായിരുന്നു, മടിയായതുകൊണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴറ്റി, പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും
അതേപോലെ കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടാണ്. നല്ല ഫ്ലെയിമുള്ള ഗ്യാസ് ആയതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ പൊടികളൊക്കെ ഇട്ടത്. നന്നായിട്ട് വറുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി 2 നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. അതൊഴിച്ച് നന്നായിട്ട് തക്കാളിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തക്കാളി ഉള്ളൂ കേട്ടോ, സോറി. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ഫിഷൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിലേക്ക് കുടംപുളിയും ഉപ്പും ഇട്ടിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ. കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫിഷ് ഇട്ട് പകുതി വേവൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളുടെ റൈസ് ആയിട്ടുണ്ട്. ഞാൻ ജയാരിയാണ് കേട്ടോ, വൈറ്റ് റൈസും കുത്തരിയും മാറി മാറിയാണ് വെക്കാറ്. അപ്പോൾ കൂടുതലും കറിയിലേക്ക് ഫിഷിൻ്റെ തലയാണ് കേട്ടോ എടുക്കുന്നത്. തലക്കറി ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ എനിക്കിഷ്ടമുള്ള മീനാണ് കേട്ടോ ഏരി. പിള്ളേർക്ക് കൊടുക്കാനും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഇറച്ചിയൊക്കെ ഉള്ള ഫിഷാണല്ലോ. അങ്ങനെ അപ്പോൾ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് ഫിഷ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഓൾറെഡി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ബാക്കിയുള്ള ഫിഷിന് മസാല തേച്ച് വെക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് വിനീഗറൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ്. ഉച്ചക്കത്തേക്ക് മാത്രം ഞാനൊരു 4 പീസ് എടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വരും, ഫുഡ് റെഡിയാക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹാറൂനും ഒക്കെ വന്നിട്ടുണ്ട്. ഹാറൂനും ഹാസിമും അങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹാറൂൻ സ്നാക്സ് കൊണ്ടുപോയത് കഴിച്ചില്ല, ലൈബ്രറിയിലായിരുന്നു, എനിക്ക് നേരം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വിശക്കണേന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സ്കൂൾ വിട്ട് വന്നത്. അപ്പോൾ അവന് വേഗം ഞാനൊരു മീനങ്ങനെ പൊരിച്ചിട്ട് അതും കൂട്ടിയിട്ട് വേഗം അങ്ങനെ ചോറ് കൊടുത്തിട്ടാണ്. പിന്നെ ബാക്കിയുള്ളവർക്കുള്ള ഫിഷും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിട്ട് അവന് തോരനും കാര്യങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ, വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ല. ആകെ കഴിക്കുന്നത് ക്യാരറ്റും കുക്കുംബറും, അത് പച്ചയ്ക്ക് കഴിച്ചോളൂ കേട്ടോ. ക്യാരറ്റ് കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറേ കുക്കുംബർ, ഒരു 5-6 കുക്കുംബർ ഉണ്ടായിരുന്നു കേട്ടോ. ചില്ലറിൽ ഇരിക്കുകയായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരു പരുവത്തിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ വേഗം ഞാനത് പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ട് കഴുകി നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഈ കൊറിയൻ സാലഡ് ഉണ്ടല്ലോ, കിംച്ചി, മുളക് പൊടിയും ഷുഗറും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ്. ഇനി ഒന്നുമില്ലെങ്കിലും ഉപ്പും വിനീഗറും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാസിമും ഹാറൂനും ഒക്കെ കഴിച്ചോളും. ഹംദാന് വലിയ ഇഷ്ടമല്ല കേട്ടോ. അവന് സാൻഡ്വിച്ചിലൊക്കെ വെച്ച് കൊടുത്താലും ഇതെന്തിനാ കുക്കുംബർ വെച്ചതെന്ന് ചോദിച്ച് ഒച്ചയെടുക്കും. ഇവർക്ക് 2 പേർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ ഒരാൾ പാട്ട് വെച്ചിട്ട് തകൃതിയായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് സോഫയിൽ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റാറില്ല കേട്ടോ. അതെല്ലാം പൊക്കി വെച്ചിട്ടാണ് മൂപ്പരുടെ കാർ ഓടിക്കുന്ന പാത്താണ് കേട്ടോ നമ്മുടെ സോഫ. സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമെന്ന് ഓർത്ത് വരുമ്പോൾ സോഫ ഇരിക്കണ കാണുമ്പോൾ ദേഷ്യം വരാറുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കിച്ചണിൽ തന്നെ ടേബിളും ചെയറൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ അങ്ങനെ ഇരിക്കും. പിള്ളേരുടെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല പണിയുള്ളൊരു ദിവസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ചോറ് വിളമ്പാണ് കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചോറെടുത്തു. പിന്നെ നമ്മളുടെ അച്ചിങ്ങ തോരൻ, പിന്നെ ഇരുമ്പുളി അച്ചാറുണ്ടായിരുന്നു താത്ത കൊണ്ടുവന്നത്, പിന്നെ ഒരു ഫിഷ് ഫ്രൈ, പിന്നെ എൻ്റെ ഫ്രണ്ട് ബോംബെയിൽ നിന്ന് വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ വേപ്പില ചമ്മന്തിയൊക്കെ ഇല്ലേ നമ്മുടെ, ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിനൊരു സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അതും കുറച്ചെടുത്തു. പിന്നെ ഫിഷ് കറിയിൽ നിന്ന് എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ തലയുടെ ഒരു പീസും ഒക്കെ എടുത്തിട്ട് ഞാനങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടാ. ഇക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ വരുമ്പോഴത്തേനും കൊടുക്കാമല്ലോ, ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കഴിച്ചു കേട്ടോ. എൻ്റെ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കേട്ടോ ഹംദാനും വരിക. ഹംദാൻ വരുമ്പോൾ ഒരു 3:45 ആ ഒരു സമയമൊക്കെ ആവും. അവൻ വരുമ്പോഴത്തേനും ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് കിച്ചൺ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ മുപ്പര് തന്നെ ചോറും ഒക്കെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല, എന്നെ വിളിക്കുകയൊന്നുമില്ല. ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും. ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ ആൾ തന്നെ ചോറും കറിയൊക്കെ എടുത്ത് കഴിക്കും. ഒരു പ്രശ്നമുള്ളത് ചിക്കൻ കറിയോ ഫിഷ് കറിയൊക്കെ ആണെങ്കിൽ തിരിച്ചു വരുമ്പോൾ പീസൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ രാത്രിയിലത്തേക്ക് പോലും ഒന്നും കാണില്ല, അങ്ങനെ എടുത്ത് കളയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ആളതുപോലെ ചെയ്തോളൂ കേട്ടോ.
അപ്പോൾ ഇക്ക എത്താറായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുക്കുംബറിലേക്ക് നമ്മുടെ വെളുത്ത എള്ളുണ്ടല്ലോ അത്, മുളക് പൊടി, ഉപ്പ്, പഞ്ചസാര ഇതൊക്കെ കൂടിയിട്ട് കുറച്ച് വിനീഗറൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചേക്കണ കണ്ടിട്ട് ഹാറൂൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് പോയി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ അത് വേസ്റ്റ് ആവാതെ എല്ലാവരും കഴിച്ചിട്ടാണ്. അത് ഫ്രിഡ്ജിലിരുന്നെങ്കിൽ അതങ്ങനെ വേസ്റ്റായി പോയേനെ. അതിനേക്കാക്കുള്ള ഫുഡ് എടുക്കുകയാണ് കേട്ടോ. മീൻ പൊരിച്ചതും തോരനും ചമ്മന്തിപ്പൊടിയും ഒക്കെ ആയിട്ട് കറി ഞാൻ വേറൊരു ബൗളിലെടുത്ത് ഫിഷ് ഫ്രൈ ഞാൻ 2 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കിംച്ചി ഉണ്ടല്ലോ അതും കൂടി കൊടുത്തു. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കുക്കുംബർ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് തിരക്കുള്ള ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് തന്നെയായിരുന്നു. അപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ചെറിയ ചെറിയ റെസിപ്പികളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന റെസിപ്പീസ് ആണെങ്കിലും ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.